ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിജ സൗഭാഗ്യപുരത്തേക്ക് എത്തിയപ്പോൾ തന്നെ അഞ്ജനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ അജയുമായിട്ട് സംസാരിക്കുന്നതും തട്ടിക്കയറുന്നതും എന്നും പുള്ളിക്കാരിക്ക് തീരെ ഇഷ്ടമാവണില്ല. അപ്പോൾ ഇതിന് നേരെ ചെന്ന് വെല്ലിച്ചനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെല്ലിച്ച, താഴെ ഒരു പെൺകൊച്ച് വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ നമ്മുടെ അജയനോട് തട്ടിക്കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി അവൾ എന്തിനാ ഇത്ര സ്വാതന്ത്ര്യം എടുക്കുന്നത്? അത്ര കൊള്ളത്തില്ലല്ലോ. അവളോടത് ചോദിക്കണ്ടേ? മോളെന്താ ചോദിച്ചില്ലേ? അന്വേഷിക്കാൻ എന്താ? ഞാൻ ചോദിക്കാൻ ചെന്നു വല്ലിച്ച, അവൾ എന്നോട് തട്ടിക്കയറുന്നു. കൂടുതൽ സംസാരിച്ചാലേ എന്നെ തല്ലുമെന്ന് ഒരവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അതേത് പെണ്ണാ? നമുക്കൊന്ന് അറിയണമല്ലോ. അതെ, വാ വല്ലിച്ചാന്ന് പറഞ്ഞും കൊണ്ട് നമ്മുടെ സത്യനെയും കൂട്ടി നേരെ താഴേക്ക് വരുവാട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ സത്യന് അതിശയിച്ച് പോവുകയാണ്. നമ്മുടെ ഭൂമിജയെ ഭയങ്കര ഇഷ്ടമാണല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ ഇതാരാ വന്നിരിക്കുന്നത്? ഭൂമിജയാണോ? ആഹാ, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതായിരിക്കും അല്ലേ? അതെ, സാറിൻ്റെ വീട് ഇതായിരുന്നോ? അതെ, ഞാനിവിടെ തന്നെയാണ്. അപ്പോൾ ആ CI സാർ ആരാ? അതെൻ്റെ സഹോദരിയുടെ മകനാ. അതെയാ? അപ്പോഴാണ് ഭൂമിജ മനസ്സിലാവുന്ന ഇവരെല്ലാവരും ഇവിടെയുള്ള ആളുകളാണെന്ന് കേട്ടോ. എന്താ നീ ക്രിമിനോളജിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തായി? ഓ, ഞാനിപ്പോൾ അതൊക്കെ അധികം ട്രൈ ചെയ്യുന്നില്ല അങ്കിളെ. അച്ഛന് തീരെ വയ്യാത്തതുകൊണ്ട് എനിക്കിപ്പോൾ തീരെ മൂടില്ല. അങ്ങനെ പറയരുത്, അച്ഛനതൊക്കെ സുഖപ്പെട്ടോളും. നീ പഠിത്തമൊന്നും മുടക്കരുത് കേട്ടോ എന്നിങ്ങനെ ഉപദേശം കൊടുക്കുന്നു. എന്നിട്ട് വഴക്ക് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ട ആൾ സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കാണുമ്പോൾ അഞ്ജനയ്ക്ക് നല്ല ദേഷ്യം വരിക കേട്ടോ. അഞ്ജന അവിടുന്ന് അകത്തേക്ക് കയറിപ്പോയി ആൽഫ്രഡിനെ കാണാണ്. ആൽഫ്രഡിനോടും ഇതുപോലെ തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ ആൽഫ്രഡ് പറയാം, എന്നാ കൊള്ളാമല്ലോ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ വരുവാണ്. വന്ന് നോക്കുമ്പോൾ ഭൂമിജയും ആൽഫ്രഡും തമ്മിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള പരിചയമാണല്ലോ. അയാൾക്ക് ഭൂമിജയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവർ തമ്മിൽ ചെറിയ കുസൃതിയും വർത്തമാനവും ഒക്കെ അവിടെ നടക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അഞ്ജനയ്ക്ക് പിന്നെയും ദേഷ്യം വരിക കേട്ടോ. അഞ്ജന അപ്പോൾ ഭൂമിജയുടെ അടുത്ത് കൂടുതൽ നിന്ന് സംസാരിച്ചാലേ ആക്കി വിടുമെന്നുള്ളതുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് നമ്മൾ ആൽഫ്രഡ്. അപ്പോൾ തന്നെ അഞ്ജനയും ഇനി എനിക്ക് മുഖത്ത് നോക്കാൻ പറ്റില്ല, എന്തോ വലിയ കാര്യം സാധിച്ചെടുക്കാമെന്നും പറഞ്ഞ് ഓടിപ്പോയല്ലേ. പക്ഷേ അഞ്ജന വിടുമോ? പുറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയാം, അതെ അങ്കിളെ, ഞാൻ എന്താ പറഞ്ഞത്? അങ്കിളോ? എന്നെ അങ്കിളേന്ന് വിളിക്കില്ല, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. ആ എന്നാ ചേട്ടാ. ഇപ്പം അവളെ വഴക്ക് പറഞ്ഞ് ഓടിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് എന്തായി? അതോ, അത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. പറഞ്ഞോ. അതെ, ഇവിടുത്തെ അജയും ആ പെണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവർ തമ്മിൽ സ്നേഹത്തിലാണോ? അപ്പം തന്നെ ആൽഫ്രഡ് വിചാരിക്കാൻ കേട്ടോ, ഞാനൊരു വക്കീലല്ലേ, വക്കീലാകുമ്പോൾ കുറച്ച് നുണയൊക്കെ പറയണ്ടേ, ഇരിക്കട്ടെ ഒരു നുണ എന്നും പറഞ്ഞ് ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതെ, ആ ഭൂമിജയും ഇവിടുത്തെ അജയും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടുകൂടി തീർന്നില്ലേ അഞ്ജനയ്ക്ക് ദേഷ്യവും ഭൂമികയോടുള്ള വൈരാഗ്യവും ഒക്കെ കൂടി. അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിലേ കുറച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭവാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയം ഭവാനിയുടെ അടുത്തേക്ക് പോയി പരാതി പറയാൻ പോവാണ് മോള്. അപ്പോൾ സംഗീതയും വരുവാണ്. സംഗീത വന്ന് നോക്കുകയാണ്. അപ്പോൾ ഭൂമിജ വന്ന് നിൽക്കുമ്പോഴേ, മോള് വന്നോ? എൻ്റെ വീടൊക്കെ കണ്ടിട്ട് എന്തായിന്ന് ചോദിക്കുമ്പോൾ ഭൂമിജ പറയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി വീട്, പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോഴേ ഞാനിത് എവിടെയോ എൻ്റെ സ്വപ്നത്തിൽ കണ്ടതുപോലെയുണ്ട്. ആണോ എന്നും പറഞ്ഞ് നിൽക്കണം. അങ്ങനെ അവരും നോക്കുമ്പോൾ സംഗീതയ്ക്കും ഭൂമിജയോട് ഭയങ്കര സ്നേഹം. ദേഷ്യം കൊണ്ട് അഞ്ജന ഭവാനിയോട് പറയാം, എന്താ അമ്മ ഇത്? ഇവളൊരു ചായക്കടക്കാരിയല്ലേ? ഇവളെല്ലാവരും എന്തിനാണ് തലയിൽ കയറ്റി വെക്കുന്നത്? എനിക്കറിയില്ല എന്താണെന്ന്. ഓരോരുത്തരോടും ഞാൻ കാര്യം പറയുമ്പോൾ അവരൊക്കെ പോയി സ്നേഹത്തോടെയാണല്ലോ സംസാരിക്കുന്നത്. ഭവാനി പറയാം, അതങ്ങ് നീ വിട്ടുകളാ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്ക്, നീ പെട്ടെന്ന് റെഡിയായി വാ എന്ന് പറഞ്ഞോട് നിൽക്കുമ്പോൾ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശിക്ക് അഞ്ജനയെ കാണുമ്പോൾ ദേഷ്യം വരിക കേട്ടോ. കാരണം പൂജയ്ക്ക് സമയമായി. നല്ല സാരിയൊക്കെ ഉടുത്ത് പരമ്പരാഗതമായി ഇവിടെ നിന്ന് ഇട്ട് കൊടുത്തിട്ടുള്ള മാല അതൊക്കെ ഇട്ട് വേണം വരാനെന്ന് പറഞ്ഞത്. എന്നിട്ട് ഒരുങ്ങിയിട്ട് പോലുമില്ല. മുത്തശ്ശി ദേഷ്യപ്പെടുക കേട്ടോ. ഭവാനി, എന്താ ഇത്? ഇവളോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇവൾ എന്തേ അങ്ങനെ ചെയ്യാത്തത്? അത് അമ്മേ ഇപ്പം തന്നെ ചെയ്യും. എന്നാൽ പിന്നെ നീ ചെയ്യും. ഇവിടെ ഇനി കൊച്ചുമക്കളും മറ്റുള്ളവരൊക്കെ പറയണത് ഞാൻ അനുസരിക്കണമെന്നുണ്ടോടി? അങ്ങനെയൊന്നും ഇല്ലമ്മേ. എന്നിട്ട് ഭവാനി പറയാം, എടി അഞ്ജനെ, നീ പോയി സാരിയെ കൊടുത്തിട്ട് വാ. അമ്മ എനിക്ക് ഇഷ്ടമല്ല സാരി, ഇഷ്ടമല്ലെങ്കിലും അവർക്ക് വേണ്ടി നമ്മളിപ്പോൾ ചെയ്തേ പറ്റത്തുള്ളൂ, ചെല്ല് എന്നും പറഞ്ഞാട്ടോ. അതിനിടയ്ക്ക് മുത്തശ്ശി നമ്മുടെ ഭൂമിക്ക് കാണുകയാണ് കേട്ടോ. ഭൂമിജയുടെ അടുത്ത് ഓടി ചെല്ലുന്നുണ്ട്.
വിളിക്കുന്നുണ്ട്, മോളെ നീ വന്നോ, നിനക്ക് സുഖമാണോ, പിന്നെ പൂജയ്ക്കുള്ള പലഹാരങ്ങളൊക്കെ എത്തിച്ചോ? ആ എത്തിച്ചു. പിന്നെ മുത്തശ്ശിയുടെ കാലിലേക്ക് വീണ് അനുഗ്രഹമൊക്കെ വാങ്ങുക. അയ്യോ, അതും കൂടെ കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഭൂമിജേനെ. പക്ഷേ അഞ്ജന ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുക കേട്ടോ പൂജാരി വന്നിട്ട്. ആ സമയം എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് മാലയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയാൻ അവിടുത്തെ ജോലിക്കാരിയോട്. രണ്ട് വലിയ തുളസിക്കതിർ കൊണ്ട് കെട്ടിയ മാല എടുത്തുകൊണ്ട് വരുവാണ്. വർമ്മയും സംഗീതയും മെയിനായിട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ. അവയെ കൊടുത്തിട്ട് പരസ്പരം ചാർത്താൻ പറയുന്നുണ്ട്. പരസ്പരം മാല ചാർത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ അഞ്ജന ഭവാനിയോട് പറയാണ്, അമ്മേ ദേ അവിടെ അജയ് ഇരിപ്പുണ്ട്, പക്ഷെ അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ വേണ്ട, നീ അവൻ്റെ അടുത്തേക്ക് പോയിരിക്കുക, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് തള്ളി ഉന്തി വിടുകയാണ് കേട്ടോ. അങ്ങനെ അജയൻ്റെ അടുത്ത് ആൽഫ്രഡാണ് ഇരുന്നത്. ആ സമയത്താണ് അഞ്ജന അങ്ങോട്ട് വരുന്നത് കേട്ടോ. ആൽഫ്രഡ് പതിയെ എണീറ്റ് കൊടുക്കുകയാണ്. അഞ്ജന അവിടെ കയറി അങ്ങ് ഇരിക്കുകയും ചെയ്യാം. പക്ഷേ അജയന് ഇഷ്ടപ്പെടുന്നില്ല. അജയാണെങ്കിൽ പെട്ടെന്നില്ല ആൽഫ്രഡിനെ നോക്കിയിട്ട് പറയാം, എന്തിനാടാ നീ ഇവിടെ നിന്ന് എണീറ്റ് പോയത്? അല്ല, നിങ്ങൾ സ്വൈര്യമായിട്ട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു. നിനക്കുള്ളത് ഞാൻ പുറത്ത് വരുമ്പോൾ ഇടി തരുന്നുണ്ടാ എന്ന് പറയാം കേട്ടോ. പക്ഷേ അവിടെ വന്നിരിക്കുന്ന അഞ്ജന മര്യാദയ്ക്ക് ഇരിക്കുന്നില്ല. നമ്മുടെ അജയൻ്റെ കൈ പിടിച്ച് മടിയിലേക്ക് വെക്കുന്നു, ചാരിയിരിക്കുന്നു, തട്ടുന്നു, മുട്ടുന്നു, ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. മുട്ടി ഉരുമിയൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊന്നും മുത്തശ്ശിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല. അവർ തമ്മിൽ വിവാഹമൊക്കെ നടന്നോട്ടെ, മറ്റുള്ള കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമിജയുടെ മുഖം വല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ വല്ലാണ്ടിരിക്കുന്നത്? അല്ല, ഇതിലൊരു സാധനം വിട്ടുപോയി, പായസമേ, തൂക്കുപാത്രം. അത് അച്ഛനോട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, അച്ഛൻ ഇതുവരെ കണ്ടില്ല, ഞാൻ അതാ അന്വേഷിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ വന്നോളും, സമാധാനമായിട്ടിരിക്കുക എന്ന് മുത്തശ്ശി പറയാം. ഇതിനിടയ്ക്ക് ഭവാനിക്കാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുക കേട്ടോ. ഭവാനിയെ മറ്റേ കമലി വിളിക്കുകയാണ്, ആ ഗുണ്ട. നമ്മുടെ അച്യുതനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ പറഞ്ഞില്ലേ, അയാളാണ് ഫോൺ ചെയ്യുന്നത്. അങ്ങനെ അയാളോട് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇതേ സമയത്ത് അച്യുതനാണെങ്കിൽ പായസമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഭൂമിജ അവിടെ പുറത്തോട്ട് പോയി വടക്ക് വശത്തൂടെ പോയി നിൽക്കുകയാണ് അച്ഛനെ കാത്ത്. കാണാത്തത് കൊണ്ട് തന്നെ അമ്മയെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്. അമ്മ പറയണേ, എപ്പോഴേ ഇറങ്ങിയതാടി, ഇതുവരെ അച്ഛൻ അവിടെ എത്തിയിട്ടില്ലേ? എത്തിയില്ലമ്മേ, പക്ഷെ അഞ്ജനയ്ക്ക് പേടിയാട്ടോ. കാരണം അച്ഛൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് എങ്ങാനും വരുമോ, വഴിയിലെങ്ങാനും വീണ് പോവോ, അത് പേടിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത്. അച്യുതനാണെങ്കിൽ ഫ്രണ്ടിൽ കൂടെയാണ് കയറി വരുന്നത്. സൈക്കിളും കൊണ്ട് വെച്ചിട്ട് തൂക്കുപാത്രം എടുത്ത് വീടിൻ്റെ പേരൊക്കെ വായിക്കുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കാലെടുത്ത് അകത്തേക്ക് വെച്ച് നടന്ന് കയറി വരുവാണ്. പക്ഷേ വീടും പരിസരവും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും കേട്ടോ. ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ വീടും ഒക്കെ ആയിട്ട് പതിയെ അകത്തേക്ക് കയറി വരുവാണ്. അതേസമയം അങ്ങനെ വന്ന് ഈ തൂക്ക് പാത്രമൊക്കെ അകത്തേക്ക് കൊടുക്കാൻ പോകാനുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ഭൂമിജേനെ കാണുന്നില്ല, നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഭവാനിയാണെങ്കിൽ അച്യുതനെ കാണുന്നില്ല കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഫോൺ ചെയ്യാണ്. അച്യുതൻ ഭവാനിയെ കാണുന്നില്ല. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് പക്ഷേ മുത്തശ്ശി അച്യുതനോട് കണ്ടിട്ട് ചോദിക്കുക, ആരാ, എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയണം, ഞാൻ ഭൂമിജയുടെ അച്ഛനാണ്. ഓ അതെയാ, പായസവും കൊണ്ട് വന്നതാണ്. ഓ അത് ശരി, അവൾ ഇത്രയും നേരം അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അത് ശരി, അച്ഛനും മകളും എന്തായാലും ഇവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. പിന്നെ അച്യുതാ, മകൾ നല്ലൊരു കുട്ടിയാണ്. അവളെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് നിങ്ങൾ നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. അനുസരണയും അടക്കവും ഒതുക്കവും സ്നേഹവും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭൂമിജേനെ പൊക്കി പറയാനുണ്ട് കേട്ടോ. ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ അഞ്ജനയ്ക്ക് അങ്ങോട്ട് സഹിക്കാനേ പറ്റണില്ല, ദേഷ്യം. അപ്പോൾ വെളിയിൽ നിൽക്കുന്ന നമ്മുടെ ഭൂമിജ ആ സൈഡിൽ കൂടെ അച്ഛൻ വരുന്നുണ്ടോ നോക്കുകയാണ്. അച്ഛൻ ഇപ്പുറത്തൂടെ വന്നത് കാണുന്നില്ലേ. അപ്പോഴത്തേനും നമ്മുടെ ഭവാനിയാണെങ്കിലേ ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞ് അകത്തേക്ക് കയറി വരിക. അപ്പോഴാണ് നമ്മുടെ അച്യുതൻ ഭവാനിയെ കാണുന്നത്. ഭവാനി അച്യുതനെ കാണുന്നില്ല. ദൈവമേ, ഈ ഭവാനി മേടോ, ഇവരെന്താ ഇവിടെ? ഇവർ ഈ വീട്ടിലുള്ളവരാണോ? അയ്യോ ദൈവമേ, ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പതിയെ അവർ കാണാതെ പുറത്തേക്ക് ഇറങ്ങാട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആലോചിക്കുകയാണ്, ഈശ്വര, ഇവർ ഈ വീട്ടിലെ ആളാണെങ്കിൽ ഭൂമിജയും ഈ വീട്ടിൽ തന്നെ ആളാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഭൂമിജയുടെ വീടാണോ? ഈശ്വര, അവളുടെ ജീവൻ ആപത്താവുമല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങാട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭൂമിജ നേരെ അകത്തേക്ക് ചെന്നിട്ടുണ്ട്. മനസ്സാണെങ്കിൽ വല്ലാണ്ടിരിക്കുക, അച്ഛനെ കണ്ടില്ല. അപ്പോൾ മുത്തശ്ശി പറയാനുണ്ട്, നീ എന്തിനാ നമ്മളെ വിഷമിക്കണേ? അച്ഛൻ ഇതുവരെ വന്നില്ലേ? അച്ഛൻ വന്നു, പായസം കൊണ്ടുവന്നു, ദേ ഇരിക്കണം തൂക്കുപാത്രം. അതെയോ, ഞാൻ അച്ഛനെ കണ്ടില്ലല്ലോ. കൊള്ളാം, കുറച്ച്
മോൾ അച്ഛനെ അന്വേഷിക്കുന്നു, അച്ഛൻ വന്ന് മോളെ അന്വേഷിക്കുന്നു. കൊള്ളാം, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. എനിക്കിപ്പം മനസ്സിലായി, ഇങ്ങനെ വേണം അച്ഛനും മകളും ഒക്കെ ആയ, ഇത്രയും സ്നേഹത്തോടെ തന്നെ പോകണം. അപ്പോൾ സത്യൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാനുണ്ട്. സത്യന് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇവളെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിജയാണെങ്കിലേ അവിടെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നീയേ അച്ഛനെ അച്ഛൻ പുറത്ത് ബാത്റൂമിലും മറ്റോ പോയിട്ടുണ്ടാവും, നീ അങ്ങോട്ട് പോയി അന്വേഷിക്കുമെന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അവിടെ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇതുണ്ടല്ലോ, ഈ ഇങ്ങനെ പൂജയ്ക്കൊക്കെ അവിടുത്തെ ജോലിക്കാരിയോട് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവിടെ ഭവാനിക്കുമൊക്കെ. നീ എന്തായി കാണിക്കുന്നത്? എല്ലാ സാധനങ്ങളും ഒരുമിച്ചൊക്കെ കൊണ്ട് വെച്ചൂടെ? അപ്പോഴപ്പോഴായിട്ട് ഓരോന്നായിട്ടാണോ ചെയ്യുന്നത്? പാവം ആ ജോലിക്കാരി ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, ഞാനും കൂടെ സഹായിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അജയ് അവിടെ നിന്ന് എണീക്കുക കേട്ടോ. അപ്പത്തിനുണ്ട് അഞ്ജന പറയാം, വേണ്ട അജയ് പോണ്ട എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തുക. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭൂമിജ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ചേച്ചി ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് ആ ജോലിക്കാരെയും വിളിച്ചുകൊണ്ട് അകത്ത് പോയി പൂജാസാധനങ്ങളും ഒക്കെ എടുത്ത് എല്ലാം നല്ല രീതിയിൽ ചെയ്ത് സഹായിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ അജയന് സന്തോഷമാവുന്നുണ്ട്, അമ്മയ്ക്കൊക്കെ സന്തോഷം, സംഗീതയൊക്കെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഭവാനിക്കും നമ്മുടെ അഞ്ജനയ്ക്കാണെങ്കിൽ ദേഷ്യം, ഇവളെ എന്തിനാ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്, ഇവളെ എന്തിനാ ഇവിടുത്തെ ആളായിട്ട് വച്ചേക്കുന്നത്. പക്ഷേ മുത്തശ്ശി പലതവണ പറയുന്നുണ്ട്, നിങ്ങൾ ഈ കുടുംബത്തിലൊരാളായിട്ടേ ഞാൻ കാണുന്നത് എന്ന്. അതും കൂടെ കേൾക്കുമ്പോൾ തന്നെ ഭവാനിക്ക് ഭയങ്കര ദേഷ്യമാവണുണ്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടും അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ, ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിജ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അവിടെ ചെന്നൊരു ബാത്റൂമിൻ്റെ വാതിൽ തട്ടുന്നുണ്ട്. പക്ഷേ അവിടെ തുറന്ന് കിടക്കുകയാണ്, അതിനകത്ത് അച്ഛനില്ല. അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു മുറി തുറന്ന് കിടക്കുക. ജസ്റ്റ് ഒന്ന് എത്തി നോക്കുമ്പോൾ തന്നെ ഭൂമിജിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നുക. ആ മുറിക്കകത്ത് നിറച്ചൊരു പെൺകൊച്ചിൻ്റെ ഫോട്ടോയും ഒരു അമ്മയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഒരു 2-2.5 വയസ്സായ പെൺകുട്ടി, നല്ല സുന്ദരിയായ ഒരു അമ്മ. ആ കൊച്ചിനെ എടുത്തു വെച്ചേക്കുന്നത് നിറച്ച് പലതരത്തിലുള്ള ഫോട്ടോസ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഭൂമിജ സ്വയം പറയുന്നുണ്ട്, എത്ര ഭംഗിയാണ് എൻ്റെ അമ്മയെ കാണാൻ, എന്ത് രസം, എത്ര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞാ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ സത്യൻ അങ്ങോട്ട് കയറി വരും കേട്ടോ. സത്യനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമിജിക്ക് ഒരു ചമ്മലൊക്കെ വരുന്നുണ്ട്. കാരണം മുറിക്കകത്ത് ആരും കാണാതെ കയറിയതല്ലേ. അല്ല അങ്കിളെ, ഞാനതേ ഈ ഫോട്ടോ കണ്ടപ്പോഴേ മുറി തുറന്നെടുക്കായിരുന്നു, അങ്ങനെ നോക്കിയതാ. അതിനെന്താ മോളെ, നിൻ്റെ അച്ഛനെ പോലെയല്ലേ നീ എന്നെ കാണുന്നതെന്ന് അന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് നോക്കിക്കോ. അല്ല അങ്കിളെ, ഇതൊക്കെ ആരാ? ഇത് എൻ്റെ ഭാര്യയും എൻ്റെ മകളുമാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ പൂജയ്ക്ക് കാണാമല്ലേ, ഇതുവരെ കണ്ടില്ലല്ലോ അവിടെ എന്നിങ്ങനെ ഭൂമിജ ചോദിക്കുമ്പോൾ സത്യം പറയുന്നുണ്ട്, അതെ ഞാനും കണ്ടില്ല. അതെന്തേ? അല്ല, കാണാത്ത അത്രയ്ക്കും ദൂരത്തേക്ക് അവർ പോയി കഴിഞ്ഞു, കാണാത്ത ദൂരത്താണെന്ന് പറയാം. അതെന്താ അങ്ങനെയും ചോദിക്കുകയാണ് കേട്ടോ. 10-22 വർഷമായി മോളെ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാതായിട്ട്, മിസ്സിങ്ങാണ്. അതെയോ? അതെ, എനിക്ക് പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും ഒരു ദിവസം അവർ തിരിച്ചു വരുമെന്ന്. അപ്പോൾ ഉടനെ തന്നെ ഭൂമിജ പറയുന്നുണ്ട്, എന്തായാലും അങ്കിള് വിഷമിക്കണ്ട, അങ്കിളുടെ മകള് ഉറപ്പായിട്ടും അങ്കിളിനെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും, എനിക്കത് ഉറപ്പുണ്ട്. നല്ലതായിരിക്കട്ടെ മോളുടെ നാവ്. എന്തായാലും ഇത് ആരൊക്കെ പേരൊന്ന് പറയാമോ എന്ന് ചോദിക്കാം കേട്ടോ. ഇതെൻ്റെ ഭാര്യ സുമിത്ര, പിന്നെ മകളുടെ പേര് അഭിരാമി എന്നാണ് കേട്ടോ. അഭിരാമി, എത്ര നല്ല പേരാ. ശരി, എന്നാൽ ഞാനിനി അങ്ങോട്ട് ചെന്നോട്ടെ, ഞാൻ അച്ഛനെ തിരക്കി വന്നതാട്ടോ. ശരി മോളെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ സത്യനാണെങ്കിൽ ആ ഫോട്ടോ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം മോളെ നോക്കുമ്പോഴൊക്കെ ഭൂമിജയെ നോക്കുമ്പോഴും ഒരുപോലെ തോന്നാറുണ്ട് കേട്ടോ അങ്ങേർക്ക്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരണം, അച്ഛനെ കാണുന്നില്ല വീണ്ടും. പക്ഷേ നമ്മുടെ അച്യുതൻ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോകാൻ വേണ്ടി ഓടി വരുവാണല്ലോ. ഗേറ്റിൻ്റെ അവിടെ എത്തുന്നതും ജീപ്പിൽ ആ കമൽ വരുന്നുണ്ട്, ആ ഗുണ്ട. എന്നിട്ട് അപ്പം തന്നെ അച്യുതന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഗേറ്റിൻ്റെ സൈഡിലുള്ളൊരു റൂമുണ്ട്, സെക്യൂരിറ്റി റൂം. അവിടെ കയറി അയാൾ ഒളിക്കുകയാണ്. ഒളിച്ചിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഭവാനി ഇറങ്ങി വരുവാണ് കേട്ടോ. കമലാണെങ്കിൽ ഫോണിൽ വിളിച്ചതാണിപ്പോൾ, ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട്. അങ്ങനെ അവർ ഓടി വരുക. ഇവർ തമ്മിൽ സംസാരിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്യുതൻ വിചാരിക്കുന്നുണ്ട് ഇവരുടെ സംഭാഷണം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് അവിടെ തുറന്ന് ആ മതിലിൻ്റെ സൈഡിലേക്ക് വന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഭവാനി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ കാര്യം കണ്ടുപിടിച്ചോ? അച്യുതൻ എവിടെയാണ്, അച്യുതൻ താമസിക്കുന്നത് എവിടെയാണെന്നും അയാൾക്ക് ആരൊക്കെയുണ്ടെന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോ? അപ്പോൾ കമൽ പറയാണ്, അയാൾ ഈ പരിസരത്ത് എവിടെ തന്നെ ഉണ്ട് മാഡം, അയാൾ ഇവിടെയാണ് താമസിക്കുന്നത്. വീട് എവിടെയെന്ന് എനിക്കത്ര കൃത്യമായിട്ട് അറിയില്ല. അയാൾക്കൊരു ഭാര്യയും മകളും ഉണ്ട്. മകളോ?
അതെവിടുന്ന മകള്, എത്ര പ്രായമുണ്ട്? ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ നേരിട്ട്, ഒരു മകളുണ്ടെന്നേ അറിയുള്ളൂ. അത് ശരി, അങ്ങനെയാണെങ്കിലേ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങയുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. ഈ മകളെന്ന് പറയുന്നത് എത്ര പ്രായമുണ്ടെന്ന് അന്വേഷിക്കണം. പിന്നെ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ കൊല്ലാൻ വേണ്ടി അയാളുടെ കയ്യിലെ അഭിരാമിയെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾ കൊന്നു എന്നും പറഞ്ഞാണ് എന്നെ വിശ്വസിപ്പിച്ചത്. ഇനി കൊന്നില്ല, കൊണ്ടിട്ട് വളർത്തിയെങ്കിൽ അയാൾ എന്നെ ചതിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ കമൽ ഒന്നും നോക്കരുത്, അപ്പം നീ തീർത്തേക്കണം. രണ്ടെണ്ണത്തിനെയും എല്ലാം തീരട്ടെ, ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കരുത്, മനസ്സിലായോ? അങ്ങ് പറയാട്ടോ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ അച്യുതൻ അങ്ങ് പേടിച്ച് പോവാട്ടോ. അയ്യോ ദൈവമേ, എൻ്റെ മോള് ജീവൻ ആപത്താവോ എന്ന് പേടിച്ച് അയാൾ തിരിഞ്ഞ് ഓടാൻ പോകുമ്പോഴത്തേക്കിനും അവിടെ ഒരു ഏണി ഇരിക്കായിരുന്നു, അത് മറിഞ്ഞു വീഴാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ കമലും ഈ ഭവാനിയും കൂടെ ഓടി അകത്തേക്ക് കയറുവാട്ടോ. ഇത് ആരാ ഇവിടെ, മനുഷ്യരാരെങ്കിലും ആണോ, നമ്മൾ പറയുന്നത് ആരെങ്കിലും കേട്ടോ എന്നും പറഞ്ഞ് അകത്തേക്ക് ചാടി കയറുവാട്ടോ. അപ്പോൾ ആ റൂമിനകത്ത് ഒരു അഴിയുള്ള ഗേറ്റ് പോലെയാണ്, അതിൻ്റെ താഴെ പതുങ്ങിയിരിപ്പുണ്ട് കേട്ടോ നമ്മുടെ അച്യുതൻ. ആ ഡോറൊക്കെ വന്നിങ്ങനെ തള്ളി തുറന്ന് നോക്കുകയാണ് ഭവാനി, അതിനകത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന്. താഴെ ഇരിക്കുന്ന അച്യുതനെ കാണുന്നില്ല. അങ്ങനെ അച്യുതൻ ഒരു കണക്കിന് രക്ഷപ്പെട്ടു, അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്തോട്ട് വന്ന ഭവാനിയോട് കമല് പറയുന്നുണ്ട്, മാഡം പേടിക്കണ്ട, ഇത് എന്തോ തട്ടിമറിഞ്ഞ് വീണ സൗണ്ടാണ്, വേറെ ആരും കേട്ട സൗണ്ടൊന്നും അല്ല. ശരി, എന്തായാലും ഇനിയിപ്പം നമുക്കിവിടെ നിൽക്കുന്നത് സേഫല്ല. ഞാനൊരു കാര്യം പറയാം, എത്രയും വേഗം നീ അത് കണ്ടുപിടിക്കണം. അയാളുടെ മകളല്ല അത് എന്നറിയണമെങ്കിൽ അപ്പം തന്നെ തീർത്തേക്കണം, അറിയാലോ. ഈ അഭിരാമി അവൾ ജീവിച്ചിരിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ അവിടെ നിന്നും കൊണ്ട് ഭൂമിജ നോക്കണം, അച്ഛൻ ഇതുവരെയും വന്നില്ലല്ലോ. അങ്ങനെ ഭൂമിജ പതിയെ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് മുറ്റത്തേക്ക്. അപ്പോഴാണ് അച്യുതൻ പതുക്കെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോവാട്ടോ. ഭൂമിജ അച്ഛാന്ന് വിളിക്കാൻ പോകുന്ന സമയം. അപ്പോഴാണ് നമ്മുടെ ഈ എപ്പിസോഡ് തീരാട്ടോ. ആ സമയത്തോടെ ഭവാനിയും കമലും ഒക്കെ നിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ അച്യുതൻ ആകെ പേടിച്ച് വിറയ്ക്കുകയാണ്. എൻ്റെ മോള്, അവളുടെ ജീവനാപത്താവോ ഈശ്വര, ഈ വീട്ടിലെയാണോ അവൾ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചൊക്കെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്